Hello all, welcome back to Lenino. ഇപ്പോൾ സീരീസ് റെസണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഫേസർ ഡയഗ്രാംസ് ആണ് നോക്കുന്നത്. RLC സീരീസ് സർക്യൂട്ടിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് വരുമ്പോഴുള്ള ഫേസർ ഡയഗ്രാംസ്. അപ്പോൾ ഇവിടെ എഫ് നോട്ട് എന്ന് പറയുന്നത് റെസണൻറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പം FR അങ്ങനെ പല രീതിയിലായിരിക്കും പല ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ F0 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കേസസിൽ ഉള്ള ഫേസർ ഡയഗ്രാംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെൻ frequency is less than resonant frequency. Second one is when frequency is equal to resonant frequency. And third one is frequency greater than resonant frequency. ഇങ്ങനെ 3 കേസസിലും ഉള്ള ഫേസർ ഡയഗ്രാംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ 2 റിയാക്റ്റൻസസ് ആണ് വരുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC. അപ്പോൾ ഇതിൽ XLൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2πfL. ഈസ് XL ആൻഡ് XC എന്ന് പറയുന്നത് 1/2πfC. ഇപ്പോൾ ഈ 2 റിയാക്റ്റൻസസും ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാംസ് വരയ്ക്കുന്നത്. ഇനി ഫസ്റ്റ് കേസ്, അതായത് വെൻ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ F0 അല്ലെങ്കിൽ റെസണന്റ് ഫ്രീക്വൻസി റെസണന്റ് ഫ്രീക്വൻസിയെ കഴിഞ്ഞ് കുറവായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസിയുടെ വാല്യൂ കുറയുമ്പോൾ ഇവിടെ ഈ XLൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക അല്ലേ. ഫ്രീക്വൻസി കുറയുമ്പോൾ XL കുറയുകയാണ് ചെയ്യുക. വെൻ ഫ്രീക്വൻസി ഡിക്രീസസ്, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇപ്പോൾ XLൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ XCയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് XC എന്ന് പറയുന്നത് 1/2πfC ആണ്. അപ്പോൾ അവിടെ എഫിൻ്റെ വാല്യൂ കുറയുമ്പോൾ XCയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ EMFൻ്റെ ഇക്വേഷൻ എന്താണ്? EMF EL, അതായത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് EL ഈസ് ഈക്വൽ ടു I × XL. ആൻഡ് EC എന്ന് പറയുന്നത് EC ഈസ് ഈക്വൽ ടു I × XC. അപ്പോൾ ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഈ ഐയുടെ വാല്യൂ 2 കേസിലും സെയിം ആയിരിക്കും വരുന്നത് അല്ലേ. പക്ഷേ F ലെസ് ദാൻ F0 വരുമ്പോൾ നമുക്ക് XC ഗ്രേറ്റർ ദാൻ XL ആണ്. XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഈ ECയുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ വരിക. EC വിൽ ബി മോർ. EC ഗ്രേറ്റർ ദാൻ EL. അപ്പോൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നതായിരിക്കും അവിടെ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? സോ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത് ദിസ് ഈസ് ടേക്കൺ ആസ് ER, അതായത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ER. ആൻഡ് EL ഇങ്ങനെ എടുക്കുന്നു, EL. ആൻഡ് EC. ELഉം ECയും എപ്പോഴും 90 ഡിഗ്രി അല്ലെ ആൻറ്റി ഫേസിലായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് 90 degree with the voltage across resistor, or we can say current also in the same phase as ER അല്ലേ. കറണ്ടും ER സെയിം ഫേസിലാണ് വരിക. ഇങ്ങനെയാണ് വരിക. EL ആൻഡ് EC ആൻറ്റി ഫേസിലായിരിക്കും വരുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് EC ആണ് ഡോമിനൻ്റ് ആയിട്ട് വരിക. ബിക്കോസ് F ലെസ് ദാൻ F0 ആണ് ഫസ്റ്റ് കേസ്. അപ്പോൾ അതിൽ EC ഡോമിനൻ്റ് ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടൻറ്റ് EMF വോൾട്ടേജ് എന്ന് പറയുന്നു ഇങ്ങനെയായിരിക്കും വരിക. EC ഡോമിനൻ്റ് വരുന്നത് കൊണ്ട്. സോ ഇതാണ് F ലെസ് ദാൻ F0ൻ്റെ കേസിൽ വരുന്ന ഫേസർ ഡയഗ്രാം. So this is the phasor diagram. So
സോ ഫ്രീക്വൻസി ലെസ് ദാൻ ഫ്രീക്വൻസി വരുമ്പോൾ എക്സ് സിയുടെ വാല്യൂ ആണ് മോറായിട്ടുള്ളത്, എക്സ് എൽ ലെസ് ദാൻ എക്സ് സി. അപ്പോൾ അതുകൊണ്ട് സർക്യൂട്ട് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ട് വരുമ്പോൾ അവിടെ കറൻറ്റ് വിൽ ബി ലീഡിങ്. ഇതാണ് നമുക്ക് ഡയഗ്രാം വരുന്നത്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലീഡിങ് ആണ്. പവർ ഫാക്ടർ ഈസ് ലീഡിങ് ഇൻ നേച്ചർ ആൻഡ് സർക്യൂട്ട് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അറ്റ് എഫ് ലെസ് ദാൻ എഫ് നോട്ട്. സോ ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എഫ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് വരുമ്പോഴാണ്, അതായത് ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസി ആയിട്ട് ഈക്വൽ ആകുമ്പോഴുള്ള കണ്ടീഷൻ എങ്ങനെയായിരിക്കും? നമുക്കറിയാം റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി ആണ് വരിക. എക്സ് എൽ ഈക്വൽസ് എക്സ് സി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐ എക്സ് എൽ ഈസ് ഈക്വൽ ടു ഐ എക്സ് സി ആണ്. കറണ്ട് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് എല്ലും എക്സ് സിയും ഈക്വൽ ആയതുകൊണ്ട് ഈ എല്ലിൻ്റെ വാല്യൂം ഈ സിയുടെ വാല്യൂം സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും വരിക. അപ്പോൾ രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് വോൾട്ടേജും കറൻറ്റും ഇൻ ഫേസിലാണ് വരിക. So this is the phasor diagram for F is equal to F naught. ഇവിടെ റിസൾട്ടൻ്റ് ഇ എം എഫ് കണ്ടോ, റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ആറോ ആയിട്ട് ഇൻ ഫേസിലാണ് വരുന്നത്. കാരണം അവിടെ ഇ എൽ ഇ സി ഇത് രണ്ടും ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഫേസ്, അതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. ആൻഡ് ഇ വിൽ ബി ഇൻ ഫേസ് വിത്ത് ദ റെസിസ്റ്റീവ് വോൾട്ടേജ്. അപ്പോൾ സർക്യൂട്ട് അവിടെ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ പവർ ഫാക്ടർ എന്താണ്? റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണുള്ളത് അല്ലേ. സോ ഇൻ ഫേസ് എന്ന് പറയുമ്പം അവിടുത്തെ ആംഗിൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. ആൻഡ് കോസ് 0 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ പവർ ഫാക്ടർ ഈ ഒരു സർക്യൂട്ടിൽ യൂണിറ്റിയാണ് വരുന്നത്, യൂണിറ്റി പവർ ഫാക്ടർ. അപ്പോൾ അടുത്ത കേസ് എന്ന് പറയുന്നത് വെൻ എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട്. അപ്പോൾ എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? എക്സ് എൽ കൂടുതലാവും. എക്സ് എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, എക്സ് സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. സോ എക്സ് എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് സി ഇങ്ങനെ വരും. അപ്പോൾ എക്സ് എൽ അവിടെ കൂടുതലായതുകൊണ്ട് തന്നെ ഇ എൽ അതായത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് ആയിരിക്കും അവിടെ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. അതായത് ഇ എൽ അതിൻ്റെ ഒരു ഡയറക്ഷനിലോട്ടാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ് ഇ കണ്ടോ. ഇതാണ് വെൻ ദ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് വരുമ്പോഴുള്ള ഫേസർ ഡയഗ്രാം. ഇവിടെ സർക്യൂട്ട് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ബിക്കോസ് ഇ എൽ എന്ന് പറയുന്നതായിരിക്കും അവിടെ കൂടുതലായിട്ട് വരുന്നത്. ഇ എൽ ഈസ് ഡോമിനൻറ്റ്. ഓക്കെ. സോ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? അവിടെ കറണ്ട് ലാഗിങ് ആണ്, അല്ലെങ്കിൽ പവർ ഫാക്ടർ ലാഗിങ് ആണ്. സോ ഹിയർ ദ പവർ ഫാക്ടർ ഈസ് ലാഗിങ് ഇൻ നേച്ചർ. ഇപ്പോൾ എഫ് ലെസ് ദാൻ എഫ് നോട്ടിൽ circuit behaves as a capacitive circuit and power factor will be leading. F is equal to F naught വരുമ്പോൾ സർക്യൂട്ട് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ആൻഡ് പവർ ഫാക്ടർ വിൽ ബി യൂണിറ്റി. ആൻഡ് ഫോർ എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് സർക്യൂട്ട് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യും ആൻഡ് പവർ ഫാക്ടർ വിൽ ബി ലാഗിങ് ഇൻ നേച്ചർ. ഇതാണ് 3 കണ്ടീഷൻസ് വരുന്നത്. Next is variation of inductive reactance and capacitive reactance with frequency. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എക്സ് എൽ ഇസ് ഈക്വൽ ടു 2π എഫ് എൽ ആൻഡ് എക്സ് സി ഇസ് ഈക്വൽ ടു 1/2π എഫ് സി. അപ്പോൾ എക്സ് എൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം എക്സ് എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് വരുന്നത്. സോ എക്സ് എല്ലിൻ്റെ നമ്മൾ ഫ്രീക്വൻസി വേഴ്സസ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. It will be a straight line passing through the origin. പക്ഷേ എക്സ് സി എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. അവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ല വരുന്നത്. നമുക്കിവിടെ ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് വരുന്നത്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എക്സ് സി ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റിൽ ഈ 2 ഗ്രാഫും മീറ്റ് ചെയ്യുന്നുണ്ട്. And that point is where XL is equal to XC. Inductive reactance and capacitive reactance equal ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. That is when frequency is equal to resonant frequency. റെസൊണൻസിലാണ് അത് ഹാപ്പൻ ചെയ്യുന്നത്.
ആൻഡ് ഈ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് സിയുടെ വാല്യൂ ഹയർ ആണ് ആൻഡ് എക്സ് എൽ ഈസ് വെരി ലോ. സോ അവിടെ എക്സ് സി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ. കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ടായിരിക്കും അവിടെ സർക്യൂട്ട് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എഫ് നോട്ട്, അതായത് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അവിടെ ഈ എഴുതിയേക്കുന്നത് റോങ് ആണ്. എക്സ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് സി എന്നാണ് വരിക. എക്സ് എൽ ഗ്രേറ്റർ ആണ്. സോ സർക്യൂട്ട് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി. ഇനി വേരിയേഷൻ ഓഫ് ഇംപിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി ആണ്. നമുക്ക് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇംപിഡൻസ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി. ഇതാണ് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ. We can write R plus J into omega L minus 1 by omega C. ഇപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസി വരുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് വരുമ്പോൾ എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ. ഇങ്ങനെ വരും. സോ റെസൊണന്റ് ഫ്രീക്വൻസിയിലാണ് ഇംപിഡൻസിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നത്. ബാക്കി എല്ലാ ഫ്രീക്വൻസീസിലും, അതായത് എഫ് ലെസ് ദാൻ എഫ് നോട്ട് ആണെങ്കിലും എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് വന്നാലും ഇംപിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മോർ ദാൻ ആറായിരിക്കും. ആ സമയത്ത് നമുക്കവിടെ ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് എന്നുള്ള ടേം കൂടെ വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇസഡ്. ആർ പ്ലസ് ജെ ഇൻറ്റു ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എഫ് നോട്ടിൽ ഇംപിഡൻസ് വിൽ ബി മിനിമം ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓൺലി. ബാക്കി എല്ലാ ഫ്രീക്വൻസീസിലും ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആറായിരിക്കും. ഇനി എഫ് ലെസ് ദാൻ എഫ് നോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ലെസ് ദാൻ എഫ് നോട്ടിൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും ആൻഡ് പവർ ഫാക്ടർ വിൽ ബി ലീഡിങ്. ആൻഡ് എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് വരുമ്പോൾ അവിടെ സർക്യൂട്ട് ഇൻഡക്റ്റീവ് സർക്യൂട്ടായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. എക്സ് എല്ലിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. സോ സർക്യൂട്ട് ബിഹേവ്സ് ആസ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആൻഡ് പവർ ഫാക്ടർ വിൽ ബി ലാഗിങ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇംപിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് വരയ്ക്കുന്നത്. ഇതാണ് ഇംപിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് കണ്ടോ, അവിടെയാണ് ഇംപിഡൻസിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം വന്നിരിക്കുന്നത്. ദറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ. ബാക്കി രണ്ട് സൈഡിലേക്കും, അതായത് എഫ് ലെസ് ദാൻ എഫ് നോട്ട് എടുത്താലും എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് എടുത്താലും ഇസഡിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എഫ് ലെസ് ദാൻ എഫ് നോട്ടിൽ എക്സ് സി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ, ഇറ്റ്സ് എ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ആൻഡ് എഫ് ഗ്രേറ്റർ ദാൻ എഫ് നോട്ട് വരുമ്പോൾ എക്സ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് സി, ഇറ്റ്സ് എൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അതുപോലെ തന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഡൈനാമിക് ഇംപിഡൻസ് എന്നുള്ള ടേമാണ്. ഡൈനാമിക് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇംപിഡൻസ് അറ്റ് റെസൊണൻസ്. ഇപ്പോൾ ഡൈനാമിക് ഇംപിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ റെസൊണൻസിലുള്ള ഇംപിഡൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആർ ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ആണ് അറ്റ് ഇംപിഡൻസ് അല്ലേ. ദാറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് ഇംപിഡൻസ്. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് വിത്ത് ഫ്രീക്വൻസി. ഇപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി, റെസൊണൻസിൽ എങ്ങനെയാണ് കറണ്ടിൻ്റെ വാല്യൂ? കറണ്ട് മാക്സിമം ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇംപിഡൻസിൻ്റെ വാല്യൂ മിനിമം ആണ്. ഇംപിഡൻസ് മിനിമം ആകുമ്പോൾ കറണ്ട് വിൽ ബി മാക്സിമം. അപ്പോൾ അറ്റ് എഫ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് കറണ്ട് വിൽ ബി മാക്സിമം. ആൻഡ് വോൾട്ടേജ് എങ്ങനെയാണ്? വോൾട്ടേജ് വരുന്നത് ഇ എൽ ആൻഡ് ഇ സി ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആയിരിക്കും വരുന്നത്. റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ കറണ്ട് വിൽ ബി മാക്സിമം ആൻഡ് ഇ എൽ ഈസ് ഈക്വൽ ടു ഇ സി, അതുപോലെ തന്നെ ദേ വിൽ ബി ഓപ്പോസിറ്റ് ഇൻ ഫേസ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കാം. ഇതാണ് വോൾട്ടേജിൻ്റെ വേരിയേഷൻ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ താഴെ കാണിച്ചിരിക്കുന്നത് കറണ്ടാണ്. സി കറണ്ട് ഈസ് മാക്സിമം അറ്റ് എഫ് ആർ അല്ലേ. റെസൊണൻറ്റ് ഫ്രീക്വൻസി വരുമ്പോൾ കറണ്ട് മാക്സിമം ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സി റെസൊണൻറ്റ് ഫ്രീക്വൻസി വരുമ്പോൾ ഇവിടെ ഇ എല്ലിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വരികയാണ്, പക്ഷേ ഇ സിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഈ ഒരു പോയിന്റിൽ രണ്ടും മീറ്റ് ചെയ്തിരിക്കുകയാണ്.
അതായത് EL ഈസ് ഈക്വൽ ടു EC ആണ്, ബട്ട് they are opposite in phase. This is the variation of voltage with the frequency. And this is the variation of current with frequency. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി. ഇതാണ് കാണിച്ചിരിക്കുന്ന റെസൊണന്റ് ഫ്രീക്വൻസി. ഈ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആണ്. ദാറ്റ് ഈസ് I is equal to V/R. അതായത് അവിടെ Z is equal to R ആണ്. സോ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് V/R എന്നാണ്. അതേസമയം F ലെസ് ദാൻ F0 വരുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ V/ZC. ZC എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് മോർ ഡോമിനൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ZC എന്ന് പറഞ്ഞിരിക്കുന്നത്. V/ZC എന്നാണ് വരിക. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ I is equal to V/ZL. അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതലായിട്ടുണ്ടാവുക. സോ V/ZL ആയിരിക്കും. ആൻഡ് അറ്റ് റെസൊണൻസ് കറണ്ട് ഈസ് മാക്സിമം ആൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് വിൽ ബി I is equal to V/R.